ഇപ്പോൾ ഷംസാദ് മരക്കാർ കൂടി ചേരുന്നു. അദ്ദേഹം DCCയുടെ വൈസ് പ്രസിഡന്റാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഷംസാദ്, എത്ര പെട്ടെന്നാണ് ഷംസാദ് NM വിജയനെ പോലെ 10-40 വർഷം നിങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് വിയർപ്പൊഴുക്കിയ ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് തിരസ്കൃതനാവുന്നത് എങ്ങനെയാണ്? ഒരു അനുശോചനം വേണ്ട, വീട്ടിലൊന്ന് പോകാൻ അതുമായി ബന്ധപ്പെട്ടൊരു അന്ന് അനുശോചിക്കാൻ അതിനുള്ളൊരു മനസ്സ് പോലും നിങ്ങൾ കാണിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ IC ബാലകൃഷ്ണന് വേണ്ടി എല്ലാ കവചവും ഒരുക്കുകയാണ്. VD സതീശൻ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഒക്കെ പറയുന്നുണ്ട് IC ബാലകൃഷ്ണനെതിരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല, അദ്ദേഹം ആള് വളരെ ക്ലിയർ ആണ് എന്ന്. ഇന്നിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഐസക് താമരച്ചാലിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഈ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഷംസ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? പോലീസിൽ പരാതി കൊടുത്ത പത്രോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൽ നിന്നും പണം കൈപ്പറ്റിയ ആളുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകളെ കുറിച്ചും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിനകത്ത് അന്വേഷണം നടത്തണം. ആ പോലീസ് അന്വേഷണം നടത്തുകയും അതിനകത്ത് കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുകയും ചെയ്യുന്നതിനെ ഒന്നും കോൺഗ്രസ് പാർട്ടി ഇത് ചെയ്യാൻ പാടില്ല എന്നോ പോലീസ് കേസെടുക്കാൻ പാടില്ല എന്നോ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടും ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. തുടക്കം മുതൽ ഇന്ന് കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റിന് കീഴിലുള്ള പോലീസ് അന്വേഷണം നടത്തട്ടെ, അതിനകത്ത് തെളിവുകൾ ശേഖരിക്കട്ടെ, ആളുകളെ കണ്ടെത്തട്ടെ, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ, സത്യസന്ധവും സുതാര്യവുമായുള്ള അന്വേഷണമായിരിക്കണം നടക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരാളെ മോശക്കാരനാക്കി ഒരാളെ മാറ്റി നിർത്തുകയല്ല പറഞ്ഞത്. ഇതിനകത്ത് ഞങ്ങൾക്കറിയാവുന്ന ബോധ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ പരാതി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തി, ഞാനത് കണ്ടിട്ടില്ല, ഇപ്പൊ എന്നെ ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചാനലിൽ അദ്ദേഹവുമായുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനോട് ആ ചാനലിലെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ആരൊക്കെയാണ് ഇവിടെ വന്നത്? ഇന്ന വ്യക്തികളാണ് എൻ്റെ അടുത്ത് വന്നത്, അവരാണ് എന്നിൽ നിന്നും പണം കൈപ്പറ്റിയത്. 2013 ആദ്യത്തെ പണം കൊടുക്കുന്നത്, പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു. അതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പോലീസിൽ എഴുതി കൊടുത്തിട്ട് അന്വേഷിക്കട്ടെ. ആ വ്യക്തികൾ ഇപ്പോഴും വയനാട്ടിലുണ്ട്, അവരെ കുറിച്ചും അന്വേഷിക്കട്ടെ. ആർക്കാണ് ഇതിനകത്ത് തർക്കം എന്ന് പറയുന്നത്? പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് പോലീസിന്റെ അന്വേഷണം നടത്തുക എന്നുള്ളത് നമ്മളും പറയുന്നതാണ്. ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ MLA തന്നെ നേരിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് കൊടുക്കുകയും ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിനകത്ത് കുറ്റക്കാരാണ്. ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഇത് വെള്ളരിക്കപ്പെട്ടണമല്ലോ ആണോ? ഇത്രയും പൈസ വാങ്ങുന്നു, കോൺഗ്രസിന്റെ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങുന്നു, നിങ്ങൾ ആരും അതറിഞ്ഞിട്ടില്ല. ഒരാളിൽ നിന്നല്ല, 2 പേരിൽ നിന്നല്ല, 17 പേരിൽ നിന്നാണ് പണം വാങ്ങുന്നത്. ഇതുവരെ പുറത്തു വന്ന കണക്കനുസരിച്ച് അതിൽ കൂടുതലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇതൊന്നും കോൺഗ്രസിനെ പോലെ ഇത്രയും ബഹുജന അടിത്തറ, താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ വരെ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് 4 വർഷം മുമ്പ് KPCCക്ക് NM വിജയൻ പരാതി നൽകിയതാണ്. നിങ്ങൾ അപ്പോഴും അറിഞ്ഞില്ല. നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു, അപ്പോഴും നിങ്ങൾ അറിഞ്ഞില്ല.